ഈ ചായ കൃഷ്ണ. എന്നതാ മോളെ, എന്നതാടി അവക്ക് പറ്റിയേ? നിങ്ങൾ ഒരുമിച്ചല്ലേ ഷോപ്പിങ്ങിന് പോയേ? പിന്നെ അവക്ക് എന്താ പറ്റിയേ? മോളെ ജീന, നീ കരയാതിരിക്കേ. അവക്ക് എന്താ പറ്റിയെന്ന് പറ. ഡോക്ടർ വന്നിട്ട് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? വന്നിട്ട് അകത്ത് നീളച്ചേച്ചി ഉണ്ട് സീതമ്മ, ഇതുവരെ ഒന്നും പറഞ്ഞില്ല. കുറേ നേരമായി. ശരിക്കും എന്താ ജീന മോക്ക് പറ്റിയേ? ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? നിനക്കറിയാവോ വല്ലോ? ആ അങ്കിള്, ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് 2-3 വട്ടം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അന്നേ ഞാൻ പറഞ്ഞതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, കൊണ്ട് കാണിക്കാൻ എന്താണെന്നറിയാൻ. പക്ഷെ ഇപ്പം അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു പപ്പ. ഞങ്ങളുടെ കൂടെ കളിച്ച് ചിരിച്ചിട്ട് ഷോപ്പിംഗ് ചെയ്തിട്ട് വന്നതാ. ഒരാളോട്ടൊന്ന് ജസ്റ്റ് കൂട്ടിയിടിച്ചതാ. അതിനുശേഷമായി ഇങ്ങനൊക്കെ. എന്തായാലും നിങ്ങൾ കരയാതിരിക്കേ, നീള വരട്ടെ, നമുക്ക് ചോദിക്കാം. മോളെ നീള, കൃഷ്ണയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? കുഞ്ഞിന് എന്തോ പറ്റിയതാ? അമ്മ, ഇപ്പം എന്തായാലും കൃഷ്ണയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അവൾ പെർഫെക്റ്റ്ലി ഓൾറൈറ്റാണ്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ആദ്യം ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആദ്യം കൃഷ്ണയെ പോയി കണ്ടിട്ട് വാ. എന്നിട്ട് നേരെ എൻ്റെ ക്യാബിനിലോട്ട് വന്നാൽ മതി. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. ജീന, നിങ്ങളുടെ അടുത്തും കൂടിയാണ് പറഞ്ഞത് കേട്ടോ. ശരി ചേച്ചി. കൃഷ്ണ, നിനക്ക് എന്താടാ പറ്റിയ പെട്ടെന്ന്? അമ്മ, അമ്മ ശിവയെ വിട്ട് പോരല്ലേ അമ്മ? അമ്മ, ശിവക്ക് പേടിയാ അമ്മ. അയാള് ഇല്ല മോളെ, ഇല്ല. അമ്മ എങ്ങും പോയിട്ടില്ലേ. അമ്മയുടെ ശിവയെടുത്ത് തന്നെ അമ്മ ഇരിപ്പുണ്ട്. മോള് ഉറങ്ങിക്കോ. അമ്മ അമ്മയുടെ ശിവയെടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഉറങ്ങിക്കോ മോള്. എന്നതാ മോളെ ആ കൊച്ചിന് പറ്റിയേ? ജീന, നീ പറഞ്ഞില്ലേ അവൾക്ക് എപ്പോഴും ഇതാണ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്ന്. അത് വേറൊന്നുമല്ല, പാനിക് ഡിസോർഡറാണ്. എന്ന് വെച്ചാൽ പാനിക് അറ്റാക്ക്. കൃഷ്ണയ്ക്ക് സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസം ഇല്ലാത്ത കാരണം അവളുടെ മനസ്സിൽ എപ്പോഴും നല്ല ഭയം കാണും. എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്നൊക്കെയുള്ള ഒരു പേടി ഉള്ളിൽ കാണും, ആത്മവിശ്വാസക്കുറവുള്ളതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ആവർത്തിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇതണക്ക് പാനിക് ഉണ്ടായിക്കഴിഞ്ഞാൽ വിഷാദ രോഗത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മോളെ ജീന, നീ കരയാതെ. എന്നാലും അവൾക്ക് എന്താ ജീന അതിനു വേണ്ടി പ്രശ്നം? നീ ഒന്ന് പറയൂ. എന്താ അതിനു വേണ്ടി കൃഷ്ണക്ക് പ്രശ്നം? വെറും പഞ്ചപാവാണ് കൃഷ്ണ. അവളിനി അനുഭവിക്കാത്തതായിട്ടുള്ള ദുഃഖങ്ങളൊന്നുമില്ല അവളുടെ ജീവിതത്തിൽ. ഇപ്പോഴും അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരുടെയും മുന്നിലും ചിരിച്ചും കളിച്ചും നടക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ കിടന്ന് നീറുക. പലപ്പോഴായിട്ട് ആ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതാ എൻ്റെ കൊച്ച്. അതിന് അവളെ കൊണ്ട് പറ്റത്തില്ല. കാരണം അവൾക്ക് പ്രതീക്ഷ നൽകാനും അവൾക്ക് കാത്തിരിക്കാനും അവളുടെ അച്ഛനുണ്ട്. ആ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇന്നും അവള് ജീവിക്കുന്നത്. എല്ലാം സഹിച്ച്. അച്ഛനെന്ന് വെച്ചാൽ അവൾക്ക് അത്രയ്ക്ക് ജീവനാ. അച്ഛന് വേണ്ടി അവൾ എന്തും ചെയ്യും. സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ അവൾ തയ്യാറാവും. അതാ എൻ്റെ കൃഷ്ണ. പാലക്കാട് ഒരു ഇടത്തരം കുടുംബത്തിലാണ് കൃഷ്ണ ജനിച്ചത്. അമ്മ വൃന്ദ മഹാദേവ്, അച്ഛൻ മഹാദേവ് കൃഷ്ണൻ. ഞങ്ങളുടെ മാഹിയച്ഛനും വൃന്ദാമയും. കൃഷ്ണ ജനിച്ചതിന് ശേഷം മഹിയച്ഛൻ്റെ നഷ്ടത്തിലായിരുന്ന ബിസിനസ് എല്ലാം ലാഭത്തിലാവാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എല്ലാം കൃഷ്ണയുടെ ഭാഗ്യം എന്നാണ് വൃന്ദാമയും പറയുന്നത്. പിന്നെന്താ പറ്റിയ അവർക്ക്? ആ സന്തോഷങ്ങൾക്കൊന്നും അധികം ആയുസുണ്ടായിരുന്നില്ല. കൃഷ്ണയുടെ 15ാം പിറന്നാളിൽ നിന്ന് അവർ പുറത്തുപോയിട്ട് ഫുഡും കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്ക്
അവരുടെ കാർ ആക്സിഡൻ്റ് ആവുന്നത്. അവിടെ വെച്ച് തന്നെ വൃന്ദാമ്മ ഞങ്ങളെ വിട്ടുപോയി. പിന്നെ മഹിയച്ചൻ അരയ്ക്ക് താപ്പോട്ട് തളർന്നുപോയി. അതിൻ്റെ ചികിത്സയിലാണ് ഇപ്പോഴും മഹിയച്ചൻ. ഈ സംഭവങ്ങളൊക്കെ നടന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പം മഹിയച്ചൻ്റെ കൂട്ടുകാരനും ബിസിനസ് പാർട്ട്ണറുമായ സിദ്ധാർത്ഥ് മഹിയച്ചനെ കൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആദ്യമൊന്നും മഹിയച്ചന് താല്പര്യമില്ലായിരുന്നു. മഹിയച്ചന് കൃഷ്ണയും വൃന്ദാമ്മയുടെ ഓർമ്മകളും മാത്രം മതിയെന്നായിരുന്നു. പക്ഷെ പിന്നെ സിദ്ധാർത്ഥ് കൃഷ്ണയ്ക്ക് 15 വയസ്സ് കഴിഞ്ഞതാണ്, പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, അമ്മയുടെ ആവശ്യമുണ്ട് എന്നൊക്കെ ഓരോ കാരണങ്ങൾ മഹിയച്ചൻ്റെ മനസ്സിൽ കുത്തിവെച്ച് മഹിയച്ചനെ കൊണ്ട് ആ വിവാഹത്തിന് സമ്മതിപ്പിച്ചു. കൃഷ്ണയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഈ വിവാഹത്തിന്. വൃന്ദാമ്മയുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ അവൾക്കും കഴിയില്ലായിരുന്നു, മഹിയച്ചനും കഴിയില്ലായിരുന്നു. പക്ഷെ സിദ്ധാർത്ഥ് നിർബന്ധിച്ചതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും കുറേ നിർബന്ധിച്ചായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, മഹിയച്ചൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കൃഷ്ണയുടെ നിസ്സഹായാവസ്ഥയും കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അവരുടെ ലൈഫിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ കുറേയൊക്കെ മാറുമെന്ന്. പക്ഷെ അറിയാം വൃന്ദാമ്മയെ മറന്ന് അവർക്കൊരു ജീവിതമില്ലെന്ന്. എന്നാലും എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവർ രണ്ടുപേരും അതിന് സമ്മതിച്ചു. പക്ഷെ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. എല്ലാത്തിൻ്റെയും തുടക്കം മാത്രമായിരുന്നു അത്. സുജയമ്മ ആദ്യം വീട്ടിൽ കയറി വരുമ്പോൾ സുജയമ്മയുടെ കൂടെ കൃതിക ഉണ്ടായിരുന്നു. അവരുടെ ആദ്യ ഭർത്താവിനകത്തുണ്ടായ മകളാണ് നമ്മുടെ കൃഷ്ണയുടെ സ്വന്തം കൃതി. അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇത്രയും നാൾ ഒറ്റയ്ക്ക് വളർന്നതിൻ്റെ എല്ലാം അവൾ കൃതിയെ കിട്ടിയതോടുകൂടി മറന്നു. ആദ്യം എല്ലാം നല്ല രീതിയിലാണ് പോയത്. പക്ഷെ പതിയെ സുജയാൻ്റിയുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. കൃഷ്ണ എന്ത് ചെയ്താലും അവരതിലെല്ലാം കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി. അവളെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങി. മഹിയച്ചൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ടായി. എല്ലാം പിന്നീട് കൃഷ്ണയാണ് ശ്രദ്ധിച്ചത്. എന്നാലും അവളിൽ ആ കുറ്റം മൊത്തം കണ്ടുപിടിക്കുന്നത്. പിന്നെ സിദ്ധാർത്ഥ് പറയുന്നതിനപ്പുറത്തോട്ട് അവർ ഒരു കാര്യങ്ങളും ചെയ്യാറില്ലായിരുന്നു. ആ വീട്ടിൽ എന്ത് നടക്കണമെങ്കിലും പിന്നെ അതെല്ലാം സിദ്ധാർത്ഥായി തീരുമാനിക്കുന്നത്. ഇതെല്ലാം പിന്നെയും സഹിക്കായിരുന്നു. പക്ഷെ സിദ്ധാർത്ഥ് കൃഷ്ണയെ വേറെ മോശപ്പെട്ട രീതിയിലാണ് പിന്നെ നോക്കാൻ തുടങ്ങിയത്. അവളെ ആവശ്യമില്ലാത്ത രീതിയിൽ മാനസികവും ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. അവസാനം മഹിയച്ചനെ വെച്ച് വരെ അയാൾ വിലപേശാൻ തുടങ്ങി. അയാൾ മഹിയച്ചനെ കൊല്ലാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കൃഷ്ണ എല്ലാ അർത്ഥത്തിലും അയാളുടേത് മാത്രമായി തീരണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. അവൾ അതിന് സമ്മതിക്കാഞ്ഞ കാരണം അവളുടെ മുമ്പിൽ വെച്ച് അയാൾ മഹിയച്ചനെ കൊല്ലാൻ നോക്കി. അത് മാത്രമല്ല, വൃന്ദാമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൃഷ്ണ MBBS എടുക്കണമെന്നുള്ളത്. പഠിത്തം പകുതി ആയതേ ഉള്ളായിരുന്നു. അവിടെ അയാൾ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിനെല്ലാം അവസാനമായിട്ട് അവൾ ഒരു മാർഗ്ഗമാണ് കണ്ടുപിടിച്ചത്, സ്വന്തമായിട്ട് ഇല്ലാണ്ടാവാൻ. പക്ഷെ അതിനും അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ അച്ഛനെ പിന്നെ ആരാ നോക്കുക? സുജയമ്മയെ പിറ്റിച്ച് പോകാൻ പറ്റുമോ? അവർക്ക് അവരുടെ കാര്യം മാത്രമാണ് വലുത്. അയാളെ തീർക്കാനും സിദ്ധാർത്ഥിന് വലിയ സമയമൊന്നും വേണ്ടി വരില്ലെന്ന് അവൾക്കറിയായിരുന്നു. അതുകൊണ്ട് പിന്നെ അവൾ ഒരു തീരുമാനം എടുത്തു. എന്ത് തീരുമാനം കൃഷ്ണ എടുത്തത്? പറ ജീന, അവൾ എന്ത് തീരുമാനം എടുത്തത്? ഈ ചെറുപ്രായത്തിലെ ഈ കുഞ്ഞ് ഇത്രയൊക്കെ അനുഭവിച്ചിരുന്നു എൻ്റെ ഭഗവാനെ. അയാളുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അവൾ വഴങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ അവളുടെ മുമ്പിൽ പുതിയൊരാവശ്യം ഉന്നയിച്ചത്, അയാളെ വിവാഹം കഴിക്കണമെന്നുള്ളത്. അതിനവൾ സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിൽ മഹിയച്ചൻ്റെ മാത്രമല്ല കൃതികയുടെ ജീവിതം അയാൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അതിലെൻ്റെ കൊച്ച് പേടിച്ചു പോയി. സത്യം പറഞ്ഞാൽ അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ അവസാനം അവൾ അതിന് സമ്മതിച്ചു, അയാളെ വിവാഹം കഴിക്കാമെന്ന്. പക്ഷെ അവിടെ അവൾ 2 നിബന്ധന വെച്ചു. എന്ത് നിബന്ധന? അവളുടെ ജീവിതം അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾ മഹിയച്ചനെയും കൃതിയെയും ഒന്നും ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാനേ പാടില്ല. അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കൃഷ്ണയ്ക്ക് സഹിക്കാനേ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, അവളുടെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവളെ MBBS എടുക്കണമെന്നുള്ളത്. അവളെ ആ കോഴ്സ് പൂർത്തീകരിക്കാൻ അയാൾ സമ്മതിക്കണം. അതുവരെ അയാൾ അവർക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, അയാൾ അതിനെല്ലാം സമ്മതിച്ചു. കോഴ്സ് പൂർത്തിയാക്കി അവൾ എന്നിറങ്ങുന്നു അന്ന് അവരുടെ കല്യാണമെന്ന് അയാൾ പറഞ്ഞത്. എന്നിട്ട് കൃഷ്ണയുടെ കല്യാണം കഴിഞ്ഞു അയാളുമായിട്ട്? ഇല്ലടാ, അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അവൾ PGയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യണ സമയത്ത് അത് തീരാറായിട്ടൊരു 3 മാസം ഉള്ളപ്പോഴാണ് അയാളൊരു കുത്തുകേസിൽ ജയിലിലാവുന്നത്. ഓ ഭാഗ്യം എൻ്റെ കർത്താവേ. എന്നിട്ട് എന്തായി? ബാക്കി പറ ജീന. അയാൾ ജയിലിലായ സമയം നോക്കി പപ്പയും മമ്മിയും മഹിയങ്കിളിനെ അവിടെ നിന്ന് മാറ്റി. പപ്പയും മമ്മിയും ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവരങ്ങോട്ടാക്കി മഹിയങ്കിളിനെ. പിന്നെ ഇവിടെ സിത്താര എടുത്ത് പറഞ്ഞ് ഞാൻ കൃഷ്ണയ്ക്കൊരു ജോലി ശരിയാക്കിയിട്ട് അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു.
അവൾ മഹ്യങ്ങളുടെ കൂടെ നിന്ന് ആ കസീനാവും. അയാൾ എന്തായാലും തിരിച്ചു വരും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇപ്പം തന്നെ നാട്ടിൽ നിന്ന് കൃതി വിളിച്ചിട്ട് അയാൾ ഇറങ്ങിയെന്നാ പറഞ്ഞത്. ഇവരെവിടാണെന്ന് അറിയാത്തതുകൊണ്ട് അയാൾക്ക് ഒരു സമാധാനവും കാണത്തില്ല. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് അയാൾ എന്തായാലും കൃഷ്ണനെ തിരക്കി ഇവിടെ വരും. പിന്നെ മഹിയങ്കിളുടെ കാര്യം സേഫാണ്, പപ്പയും മമ്മിയും നോക്കിക്കോളും. അവിടെ ഒരു പൂച്ച പോലും കയറാൻ അവർ സമ്മതിക്കത്തില്ല. പക്ഷേ കൃഷ്ണയുടെ കാര്യമാണ് എനിക്ക് എല്ലാത്തിനും അവൾക്ക് പേടിയാണ്. എന്നാൽ എൻ്റെ കൂടെ നിൽക്കാമെന്നോ അല്ലെങ്കിൽ ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ അവൾ കേൾക്കത്തില്ല. അവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കൂടി ഇല്ലാണ്ടാവുമെന്ന് അവൾ പറയുന്നത്. അത് കാരണം എവിടെ ആയാലും എപ്പോഴായാലും അവൾ ഒറ്റയ്ക്ക് മതിയെന്ന് അവളുടെ വാശി. എന്ത് ചെയ്യാനാ ഞാൻ? ഇനി കൃഷ്ണ ഒറ്റയ്ക്കാവില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാം, മോള് വിഷമിക്കണ്ട. അങ്കിള് എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്കിളല്ലേ മോളെ പറയുന്നത് പേടിക്കണ്ടെന്ന്? മോക്കങ്ങളുടെ വിശ്വാസമല്ലേ? മോള് ധൈര്യമായിട്ടിരിക്കെ, കൃഷ്ണയ്ക്ക് ഒന്നും വരത്തില്ല. അത് അങ്കിള് നോക്കോളാന്ന് മോൾക്ക് ഉറപ്പ് പറഞ്ഞ കാര്യമല്ലേ, മോള് പേടിക്കണ്ട. അങ്കിളെ, നിങ്ങളാരും ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല സിദ്ധാർത്ഥ്. അങ്കിളിന് അയാളെക്കുറിച്ച് അറിയാത്തോണ്ടാ. കൃഷ്ണയെന്ന് വെച്ചാൽ അയാൾക്ക് പ്രാന്താണ്. അയാൾ അവൾക്ക് വേണ്ടി എന്തും ചെയ്യും, ആരെയും ഉപദ്രവിക്കും, ഏതറ്റം വരെയും പോകും. അങ്കിളെ, കൃഷ്ണയെ തന്നെ അയാൾ എത്ര വട്ടം അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അങ്ങളിനറിയാവോ? അവൾക്ക് താല്പര്യമില്ല, അവൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ വാക്കിൻ്റെ പുറത്ത് അയാൾ അവളെ എപ്പോഴും ടോർച്ചർ ചെയ്യുന്നത്. അതുമാത്രമല്ല, മഹേശൻ്റെ എല്ലാ സ്വത്തുക്കളുടെ ഏക അവകാശി കൃഷ്ണ മാത്രമാണ്. അയാൾക്ക് ആ സ്വത്തുക്കൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കൃഷ്ണ ഏത് രീതിയിലും അയാളുടേത് മാത്രമാക്കണം. അതിനാണ് അയാൾ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അയ്യച്ചൻ്റെ സ്വത്തിൻ്റെ പകുതി അവകാശം സുജാമയ്ക്ക് നൽകാമെന്നും പറഞ്ഞിട്ടാണ് അയാൾ സുജാമയെ കൂട്ടുപിടിച്ചേക്കുന്നത്. അവരതുകൊണ്ടാണ് ഈ തോന്നിവാസങ്ങൾക്കെല്ലാം കണ്ണടയ്ക്കുന്നത്. കൃഷ്ണയെ ശത്രുവിനെ പോലെ കാണുന്നതും അതുകൊണ്ടാണ്. എനിക്കറിയത്തില്ല ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ സിത്താരയുടെ പ്രായമാണ് കൃഷ്ണയ്ക്ക്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇത്രയൊക്കെ അറിഞ്ഞിട്ടും അവൻ വന്ന് തോന്നിവാസം കാണിക്കുമ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കണമെന്നാണോ? പറ്റത്തില്ല. അവളെൻ്റെ മോളെ പോലെ ഇപ്പം. എന്താ വേണ്ടതെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. മോള് വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. കൃഷ്ണയ്ക്കൊന്നും വരത്തില്ല, അവളുടെ മഹിയച്ചനൊന്നും വരത്തില്ല. ഞാനാ പറയുന്നത്. പപ്പ പറഞ്ഞതാ ശരി. അഥവാ ഇനി അവ ഇവിടെ വന്നാൽ ജീവനോട് ഇവിടുന്ന് തിരിച്ച് പോത്തുമില്ല. അതിനെന്താ വേണ്ടതെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ജീന, നീ വിഷമിക്കണ്ട. കൃഷ്ണയുടെ കാര്യം ഇനി ഞങ്ങൾ നോക്കിക്കോളാം. അതാണ് എൻ്റെ പപ്പ. ജീന, ഇനി നീ കൃഷ്ണയുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ അടിക്കണ്ട. പപ്പ നോക്കിക്കോളൂ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം. അവനിങ്ങ് വരട്ടെ കെട്ടാനായിട്ട്. കെട്ടിച്ച് വിടുന്നുണ്ട് ഞാൻ. പപ്പ, ഇപ്പോഴത്തെ കൃഷ്ണയുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് അവൾക്ക് പെട്ടെന്നുണ്ടാകുന്ന എക്സ്ട്രീം ആങ്സൈറ്റി മൂലം എപ്പം വേണേലും പാനിക് ഡിസോർഡർ ഉണ്ടാവാം. അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്തോളം കാലം അവളെ ഇതേണക്കുള്ള എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലും നമ്മളാരും അറിയത്തുമില്ല, അവളിട്ട് പറയത്തുമില്ല. അതുമല്ല, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ പപ്പ ഇനി അവളെ അവിടെ ഒറ്റയ്ക്ക് നിർത്തുന്നത്? അതിനിപ്പോൾ എന്തൊരു മാർഗം? പപ്പ അത് പറയാദ്യം. ശരിയാ ഇച്ചായ, കൊച്ചിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട്, ആ കിടത്ത കണ്ടിട്ടും എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇച്ചായ. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ നോക്കിയിട്ട് ഒരു മാർഗ്ഗമേ ഉള്ളൂ. പക്ഷെ അതിന് ജീന കൂടി നമ്മുടെ കൂടെ നിൽക്കണം. ജീന കൂടെ നിന്നില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. എന്താ അങ്കിളെ, എൻ്റെ കൃഷ്ണയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്കിൾ പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ കൂടെ തന്നെ കാണും. ഞാൻ പറയാം എന്താ വേണ്ടതെന്ന്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കട്ട സപ്പോർട്ടിട്ടങ്ങ് നിന്നാൽ മതി. ഓക്കെ? മോളെ കൃഷ്ണ, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? എങ്ങനെയുണ്ടടി? നീ എന്തിനാ ജീന വിഷമിക്കുന്നത്? എനിക്ക് ഒരു കുഴപ്പമില്ലടാ. ജസ്റ്റ് ഒന്ന് തലയിറങ്ങി വീണെന്നല്ലേ ഉള്ളൂ. അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്നാലും എൻ്റെ പൊന്ന് കൃഷ്ണ, നീ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞു. മനുഷ്യൻ്റെ നല്ല ജീവനങ്ങ് പോയി. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടിരുന്ന് ചിരിക്കുന്ന നോക്കാം അവള്. ബാക്കിയുള്ളവരല്ലേ ഇവിടെ കിടന്ന് ടെൻഷൻ അടിച്ച് ചത്തേ. മോളെ, മോക്ക് ഞങ്ങളെ മനസ്സിലായോ? എന്ത് ചോദ്യം സീതാ നീ ചോദിക്കുന്നത്? കുഞ്ഞ് ആദ്യമായിട്ടല്ലേ നമ്മളെ കാണുന്നത്? അവൾക്ക് നിങ്ങളെക്കുറിച്ചൊക്കെ അറിയാം പപ്പ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണോ മോളൊന്നും മിണ്ടാതിരിക്കുന്നത്? എന്താ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? അത് ആൻറ്റി, നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായി കാണുമല്ലേ? പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി.
റെഹാൻ എന്തുവാടോ ഇങ്ങനെ സംസാരിക്കുന്നേ? ഒന്ന് ചുമ്മാതിരി എൻ്റെ ഇച്ഛായ. ഇപ്പം തന്നെ അവളുടെ മുഖം നോക്കിയ നിങ്ങൾ. ജീന, നമുക്ക് പോവാം. എനിക്കിവിടെ എന്തോ പോലെ തോന്നുക. എന്തോ വീർപ്പ് മുട്ടുന്നുടാ എനിക്കിവിടെ. നമുക്ക് പോവാം. ആടാ, നമുക്ക് പോവാം. എനിക്കാണെങ്കിൽ ഒന്ന് ഓഫീസ് വരെ പോവുകയും വേണമായിരുന്നു. സാരമില്ല, നിന്നെ ഡ്രോപ്പ് ചെയ്തേച്ച് പോവാം. മോളെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലടി. നീ കൃഷ്ണയെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ആക്കിയിട്ട് തിരിച്ച് ഓഫീസിൽ ഡ്രൈവ് ചെയ്ത് ചെല്ലുമ്പോഴത്തേക്ക് കുറേ ലേറ്റാവും. ഇപ്പം തന്നെ കുറേ നേരം കഴിഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോകുന്ന വഴിക്ക് കൃഷ്ണയെ അവിടെ ആക്കിയേക്കാം. നീ സമാധാനമായിട്ട് പോയിട്ടാ. നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലേ കൃഷ്ണ? നോക്ക്. കുഴപ്പമൊന്നുമില്ല അങ്കിളെ, അതെന്തായാലും കാര്യമായി. അല്ലെങ്കിൽ പിന്നെ അങ്കിള് പറഞ്ഞ കണക്ക് ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്ക് നല്ല ലേറ്റാവും. അവൾ നിങ്ങളുടെ കൂടെ തന്നെ വന്നോളും. കുഴപ്പമൊന്നുമില്ല. കൃഷ്ണ, നീ ഓക്കെ അല്ലടാ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓഫീസിലെ കാര്യമല്ലേ, ഇവർ പറഞ്ഞ കണക്ക്. അല്ലെങ്കിൽ നീ ലേറ്റാവും. ഞാൻ ഇവരോട് പൊയ്ക്കോളാം, കുഴപ്പമൊന്നുമില്ലടാ. നീ സമാധാനമായിട്ട് പോയിട്ട്. കൃഷ്ണ, ഇടാ, വാ, ഇറങ്ങ്. ഇതാ വീടെത്തി, വാ. വീടെത്തിയോ? ഇതെവിടാ? നമ്മളെന്തിനാ ഇവിടെ വന്നേ? ഇത് ആരുടെ വീടാ?